ഫ്രാൻസിസ് പാപ്പ കമ്മ്യൂണിസ്റ്റാണോ? ലളിത ജീവിതത്തിന്റെ അപ്പോസ്തലനും ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനുമായ പോപ്പ് ഫ്രാൻസിസ് കമ്മ്യൂണിസ്റ്റാണോ? പലതവണ പല നാവുകളിൽ നിന്നും ഈ ചോദ്യം ഉയരുന്നത് അദ്ദേഹത്തിന്റെ അനുപമമായ ജീവിതശൈലി കൊണ്ടും അദ്ദേഹത്തിന്റെ വേരുകൾ ലാറ്റിൻ അമേരിക്കയിലെ അർജന്റീനയിലും ആയിരിക്കുന്നതുകൊണ്ട് തന്നെ. ഹോസെ മാരിയോ ബർഗോളിയോ എന്ന ബ്രൂണസ് അയേഴ്സ് രൂപതയുടെ തലവനിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പായുള്ള തിരഞ്ഞെടുപ്പ് തീർച്ചയായും ദൈവനിവേശിതം തന്നെയായിരുന്നു. 1282 വർഷത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്നുള്ള ഒരാൾ പോപ്പായതും ഫ്രാൻസിസ് പാപ്പയിലൂടെ ആയിരുന്നു. ദൈവശാസ്ത്ര മേഖലയിൽ വ്യത്യസ്ത നിലപാടുകൾ മറ്റേത് പാപ്പയേക്കാൾ ജനപ്രീതിയും ശത്രുക്കളും അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞു. ഗർഭചിത്രം, സ്വവർഗാനുരാഗം, സ്ത്രീ പൗരോഹിത്യം, കൃത്രിമ ജനന നിയന്ത്രണം, വൈദിക ബ്രഹ്മചര്യം തുടങ്ങി തൊട്ടാൽ കൈകൊള്ളുന്ന വിഷയങ്ങളിൽ ഫ്രാൻസിസ് പാപ്പയുടെ നിലപാട് അദ്ദേഹം ജനിച്ചു വളർന്ന ലാറ്റിൻ അമേരിക്കയിൽ ശക്തി പ്രാപിച്ച കമ്മ്യൂണിസത്തിന്റെ നിലപാട് തന്നെയല്ലേ എന്നൊരു വേള തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയാക്കിയത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് ധാരണ പരക്കെ പടയാനിടയാക്കി. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ ക്രിസ്തീയതയിൽ ശക്തി പ്രാപിച്ച വിമോചന ദൈവശാസ്ത്രത്തെ മാർക്സിസത്തിന്റെ കറവീണ ആശയ സംഹിതയായി കണ്ട് അദ്ദേഹം തീവ്രമായി എതിർക്കുകയും അതേസമയം സമത്വരാഹിത്യത്തെ സ്വർഗവാതിലിന് മുമ്പിൽ അലമുറ ഉയർത്താൻ പോന്ന സാമൂഹിക ഭാവമായി കാണുകയും ചെയ്തു. ഇതുകൊണ്ട് മനുഷ്യനും ദൈവത്തിനുമിടയിലുള്ള അകലം കുറയ്ക്കാൻ നിരന്തരം യത്നിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു കുഞ്ഞു പുൽക്കുടിയിലും ക്രിസ്തുവിനെ കണ്ട ഉപവിയുടെ വിശുദ്ധന്റെ നാമം പേറുകയും തത്തുല്യ ജീവിതം കൊണ്ട് അനുപമ മാതൃക തീർക്കുകയും ചെയ്യുന്ന വലിയ ഇടയനെന്ന് 88-ാം പിറന്നാൾ. ഹാപ്പി ബർത്ത്ഡേ ഫ്രാൻസിസ് പാപ്പ.